ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്താൻ ടോട്ടൻഹാമിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അഗ്രിഗേറ്റിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഇപ്പോൾ ടോട്ടൻഹാം പുറത്തായിട്ടുണ്ട്. ഇന്നലെ ടോട്ടൻഹാമിന് വേണ്ടി തിളങ്ങിയത് യുവ സൂപ്പർ താരമായ സാവി സിമൺസ് ആണ്. 2 ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു. ഈ മത്സരശേഷം നെയ്മർ ജൂനിയറെ കുറിച്ച് സാവി സിമൺസ് സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മറെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്താത്തതിലുള്ള തൻ്റെ പ്രതികരണമാണ് സാവി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നെയ്മറുടെ കാര്യത്തിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മറെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സാവി സിമൺസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ എന്തായാലും വേൾഡ് കപ്പിന് വേണം. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. അദ്ദേഹം ഫോമിലാണോ അല്ലയോ എന്നുള്ളതൊന്നും നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എന്തായാലും വേൾഡ് കപ്പിന് വേണം. പക്ഷേ ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ മാത്രമാണ്. വേൾഡ് കപ്പിന് നെയ്മർ വേണം. അദ്ദേഹം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പായേക്കാം. ഇതാണ് സാവി സിമൺസ് പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറുടെ കാര്യത്തിൽ സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല. എന്തായാലും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ സാവി സിമൺസ് പറഞ്ഞിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറും റാഫീഞ്ഞയും ഒക്കെ ഇത്തരത്തിലുള്ള സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നെയ്മർ ജൂനിയറെ ബ്രസീലിൻ്റെ ടീമിൽ വേണം. പക്ഷെ കാർലോ ആഞ്ചലോട്ടി മാത്രമാണ് അതിനുള്ള ഏക തടസ്സമായിക്കൊണ്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.